പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നോട് ഞാനൊരു 2-3-4 ദിവസമായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. എന്താണ് ഒരു വിവരം ഇല്ലാത്ത കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വ്ളോഗ് ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സുഖമില്ലേനി അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അതായത് സുഖമില്ലേന്ന് പറഞ്ഞാൽ നല്ല സുഖമില്ലാതായിട്ടോ, അതായത് പനിയൊക്കെ കുറച്ച് കൂടി. ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊന്നും ആശുപത്രി പോകുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് ദോഷമുണ്ട്, ചിലപ്പോൾ ഗുണം ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ചില ആളുകൾ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകും. ശരിക്കും അങ്ങനെ പോകണം കേട്ടോ, പോകണം എന്നാണ്. കാരണം ഈ അസുഖം വരുന്ന എന്തുകൊണ്ടാണ് നമുക്കറിയില്ലല്ലോ. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം ഈ രീതിയും വെച്ചിട്ട് ഞാൻ ഈ ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊന്നും എന്ത് ചെയ്യില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് എന്തായി, പനി കൂടി. പനിക്കൊന്നും ഞാൻ പോകലേ അല്ല കേട്ടോ, കാരണം എനിക്ക് മരുന്ന് കുടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതേമാതിരി വേറെ ആളുകളൊക്കെ ഉണ്ടാവും, മരുന്ന് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ അസുഖം വന്നാൽ തന്നെ ഇപ്പോൾ ചെറിയ ജലദോഷം പനിയൊക്കെ വന്നാൽ അങ്ങനെ ജലദോഷം പനി വന്നിട്ട് പോകുമെന്നല്ലാതെ ഞാൻ അങ്ങനെ അതിന് ഹോസ്പിറ്റലിൽ പോകുന്ന ആളല്ല. പക്ഷേ ഇപ്രാവശ്യം ജസ്റ്റ് ഒന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഒരു 3 ദിവസം നല്ല പനി വനിച്ചു. പിന്നെ പനി മാറി ഛർദിയായി. അപ്പോൾ അതിങ്ങനെ വേറെ എന്തോ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അസുഖം. അപ്പോൾ അങ്ങനെ നമ്മൾ ആശുപത്രി പോയ സമയത്താണ് ഡോക്ടർ പറഞ്ഞത് നല്ല റെസ്റ്റ് എടുക്കണം. കാരണം കൗണ്ടിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എന്തൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആവുകയോളം നല്ല റെസ്റ്റ് എടുക്കണം, ഭക്ഷണത്തിൽ ക്രമീകരണം വരണം, കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു 2 ആഴ്ചയിൽ അതാണ് എവിടെയും കാണാത്ത കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് പുറത്ത് വീട്ടുകാരും വിടണില്ല, ആരും വിടണില്ല. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ കാലൊടിഞ്ഞ സമയം, എൻ്റെ ഈ കൈയും കാലും ഇതൊക്കെ 4 ഒടിഞ്ഞാട്ടോ. ഒടിഞ്ഞിന് കണക്കില്ല, ഒക്കെ കളിച്ചാണ്ടോ, ഒക്കെ പന്തലിച്ച് വീണുകൊണ്ടാണ് എൻ്റെ കൈയും കാലും. അതിലൊരു വട്ടം ആക്സിഡൻറ്റ് പറ്റിയാണ്ടുണ്ട് ഈ കാല്, ലെഫ്റ്റ് കാല്. ബാക്കി ഈ കാലൊടിഞ്ഞിക്കണ്, ഈ കാലൊടിഞ്ഞിക്കണ്, കൈ ഒടിഞ്ഞിരുന്നു കണക്കല്ല കേട്ടോ. കാരണം ചെറുപ്പത്തിലൊക്കെ അത്രമാത്രം തവണ എൻ്റെ കൈ ഒടിഞ്ഞിക്കണ്. ഒക്കെ കളിച്ചാണ്ട് തന്നെ പന്തലിച്ചാണ്ട് ഗ്രൗണ്ടിൽ വീണാണ്ടൊക്കെയാണ് ഒടിഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാണ് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു 3 മാസം ബെഡ് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അതിന് ശേഷം എൻ്റെ ഈ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആ ആക്സിഡൻറ്റിന് ശേഷം ഈ ഒരു അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ ബെഡ് റെസ്റ്റ് എടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്താണ്, ഈ ഒരു 2 ആഴ്ചയിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ നല്ല ബെഡ് റെസ്റ്റ് തന്നെ എടുത്തു. അപ്പോൾ എന്താ വെച്ചാൽ കൂട്ടുകാർ കൂടെ പോകാൻ വയ്യ, പിന്നെ ഓരോ കൂടെ വ്ളോഗ് എടുക്കാൻ വയ്യ, എങ്ങോട്ടും പോകാനൊന്നും വയ്യ കേട്ടോ. ഇപ്പോൾ അനാൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ പോലെ പരിപാടിക്കൊന്നും പോകാൻ വയ്യ. അപ്പോൾ നല്ല റെസ്റ്റ് തന്നെയാണ്. അപ്പം ഇവിടെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതായത് നമ്മൾ എല്ലാവരും കേട്ടോ, ഇപ്പോൾ ആർക്കാണെങ്കിലും നമ്മൾ ഡെയിലി ചെയ്തു പോകണ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊരു മാറ്റം വരിക പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്ക് തന്നെ, അതായത് നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബ്ലോക്കായിട്ട് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ബെഡ് റെസ്റ്റിൽ ഇങ്ങനെ പറഞ്ഞാണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിനിപ്പോൾ എന്തൊക്കെയാണെങ്കിലും അസുഖം വന്നോ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ചെറിയൊരു പനി വന്നുകൊണ്ട് ഒന്ന് സൈഡായപ്പോഴത്തേന് ഇപ്പോൾ എനിക്ക് അത് ഈ ഒരാഴ്ച ഞാൻ അനുഭവിച്ചൊരു മാനസിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം, അതായത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ബുദ്ധിമുട്ടാണത്. അപ്പോൾ ആരാണെങ്കിലും അപ്പോൾ നമ്മൾ എന്തൊക്കെ എൻജോയ്മെൻറ്റുകളുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെ കൂടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളും വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു അസുഖം വന്നോ നമ്മൾ സൈഡായി. പിന്നെ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ നമ്മളടുത്ത് എത്തിപ്പെടുന്നതിലും കുറേ ലിമിറ്റേഷൻസ്. കാരണം എല്ലാവരും അവനവൻ്റെ പണികളും കാര്യങ്ങളും ഇതൊക്കെ എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി എടുക്കണം. എന്തിനാണ്? അവനവൻ്റെ കുടുംബം നോക്കാനും പൈസ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് തന്നെയല്ലേ. ഈ ഒരു പൈസക്ക് വേണ്ടിയാണല്ലോ ഇപ്പോൾ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ അധ്വാനിക്കണത്. അപ്പം എല്ലാവർക്കും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഫ്രീ ടൈം സമയത്തൊക്കെ നമ്മുടെ അടുത്ത് വരുന്നുണ്ടാവും. ഒക്കെ ശരിയാണ്, നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരെക്കൂടെ ഒക്കെ നമ്മളെ വിളിക്കുന്നുണ്ടാവും, കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ അടുത്ത് വരുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ലിമിറ്റേഷൻസ് ഉണ്ട് അതിൽ. അപ്പോൾ ഒരു അസുഖം വന്നാലും ഒരു മനുഷ്യൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമ്മൾ ഇടയ്ക്കും ചിന്തിക്കണം നല്ലതാണ്. അതായത് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ബന്ധപ്പെട്ട ആളുകൾക്ക് തന്നെ നമ്മളെ അടുത്ത് എത്തിപ്പെടാനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഒരു ഇതിലിങ്ങനെ പോകുകയാണ്. അതായത് പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഡെയിലി റുട്ടീൻ, നമുക്കൊരു ഡെയിലി റുട്ടീൻ ഉണ്ടാവും അല്ലേ, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാ ആളുകൾക്കും ഡെയിലി റുട്ടീൻ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തുടർന്ന് പോരുന്നുണ്ട്. അപ്പോൾ അതിലൊരു സംഭവം നഷ്ടപ്പെട്ടാൽ അന്ന് എനിക്കൊരു ഡിസ്കംഫർട്ടാണ്. അത് എന്തായിക്കോട്ടെ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സ്കൂളിൽ ഇവിടെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ലീവില്ല ദിവസങ്ങളിലോ അല്ലെങ്കിൽ സ്കൂളിൽ വന്നിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസ് എടുക്കുന്നത്. അല്ല ഫുൾ ടൈം ഒരു യൂട്യൂബറായിട്ടോ അല്ലെങ്കിൽ ഫുൾ ടൈം വീഡിയോസ് എടുക്കുന്ന ആളായിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ പരിചയമുള്ള ആളുകൾക്കില്ലേ, വർഷങ്ങളിൽ 4-5 വർഷമായിട്ട് ഇപ്പോൾ ഞാനൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ളൂ കേട്ടോ. ആ ഒരു കൊറോണ സമയത്തൊക്കെ 2020 മുതലൊക്കെ ഞാനൊക്കെ ശരിക്കും ആക്റ്റീവാണ്. അപ്പോൾ ആ ഒരു സമയം മുതൽ നമ്മൾ അറിയുന്ന ആളുകളുണ്ടാവും, എന്നാൽ പുതിയ വന്ന ആളുകളുണ്ട്, നമ്മളറിയാത്തവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിൽ നമ്മളിങ്ങനെ നമ്മളെ എൻജോയ്മെൻറ്റ് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ഷെയർ ചെയ്യുക കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഞാൻ കാണുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ കണ്ടാൽ മതി. കൂടുതൽ നമ്മളെ ജീവിതത്തിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു സംഭവമാക്കി മാറ്റേണ്ട രീതിയിലൊന്നും ആരും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് എന്ത് ചെയ്യണം കാണണ്ട. നമുക്ക് ഫ്രീ ഉണ്ടോ സമയമുണ്ടോ എടുത്തിടുക,
അങ്ങനെ ഒരു രീതി, അങ്ങനെ ഒരു മൈൻഡാട്ടോ എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ ഡെയിലി റുട്ടീൻ പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഡെയിലി റുട്ടീൻ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും അവനാൻ്റെ ഡെയിലി റുട്ടീൻ ഇതിൽ പറയണട്ടോ. കാരണം ഇനിയിപ്പം ചിലപ്പോൾ എൻ്റെ ഇതിൽ മാറ്റം വരാണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാമല്ലോ. അതേപോലെ ഇപ്പം ഞാൻ പറയണതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം. അപ്പോൾ എല്ലാവരും അവനാൻ്റെ ഡെയിലി റുട്ടീൻ എങ്ങനെയൊക്കെ ഇതിലൊന്ന് പറയണം. അപ്പോൾ എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ എല്ലാവരും കളിയാക്കാൻ പറയുകയാണെങ്കിലും എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ 10 മണിക്ക് കിടക്കും. വീട്ടിലുള്ള സമയങ്ങളിൽ പുറത്താണെങ്കിൽ നടക്കൂലല്ലോ. ഇപ്പോൾ കൂട്ടുകാർ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ യാത്രയിലാണെങ്കിലും നടക്കില്ല. നോർമലി നമ്മൾ വീട്ടിലെ സമയങ്ങളാണെങ്കിൽ ഞാൻ 10 മണിക്ക് കിടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഫോണും കാര്യങ്ങളൊന്നും ഞാൻ നോക്കില്ല. ആ ടൈമിൽ ഞാൻ ഉറങ്ങിയിരിക്കും. ഒരു 9:30 ആവുന്ന സമയത്ത് അങ്ങാടിയിൽ നിന്ന് മെല്ലെ പോരും. അപ്പോൾ ഞാൻ ഉറക്കം മുതൽ എണീക്കണ മുതൽ പറഞ്ഞത്, എന്നിട്ട് ഇങ്ങനെ പിന്നെ ഉറക്കത്തേക്കോട് വന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം എന്നുള്ളത്. അപ്പോൾ രാവിലെ ഞാനൊരു 4:30-4 മണിയൊക്കെ ആകുമ്പം എണീക്കും. അപ്പോൾ എന്താ വെച്ചാൽ ചെറുപ്പം മുതലേ ഉമ്മ നമ്മളെ ശീലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളിയുള്ളത്. അപ്പോൾ ഇപ്പോൾ ബാങ്കിൻ്റെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ദിവസങ്ങളുണ്ട്. 4 മണിക്ക് വരെ സുബൈ, പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് നമ്മൾ പള്ളിയിൽ പോയാൽ ജമാഅത്ത് കിട്ടുന്ന സിറ്റുവേഷൻ വരെ വരലുണ്ട് പല സമയങ്ങളും. അപ്പോൾ സമയത്ത് ഇങ്ങനെ മാറും, ഇതൊക്കെ വരും. അപ്പോൾ ഉമ്മക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ് ആ രാവിലെ പള്ളിയിൽ പോണത്. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ മുതലേ എങ്ങനെ മെല്ലെ മെല്ലെ ശീലാക്കിയൊരു കാര്യം. അന്നൊക്കെ നമ്മൾ മടിച്ചാണ്ട് ഉമ്മിൻ്റെ നിർബന്ധത്തിന് പോയത്. പിന്നെ നമുക്ക് എന്തായി ആ ജീവിതത്തിൻ്റെ ഒരു, അതായത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ആ സിറ്റുവേഷൻ വരെ നമുക്ക് വന്നു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് പള്ളിയില്ല, നമ്മൾ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, രാവിലെ ആ ടൈമിൽ എണീറ്റ് പല്ലൊക്കെ തേച്ച് നേരെ അങ്ങോട്ട് പോകും. അങ്ങനെ പോയി, അതായത് 4 മണിക്കൊക്കെ പള്ളി അല്ലെങ്കിൽ 4:15 4:30 ജമാഅത്ത് വരുന്ന സമയമാണെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ പള്ളി പോയി വീട്ടിൽ വരും. എന്നിട്ട് പിന്നെ കളിക്കാൻ പോവുക. അതായത് കളിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതലാട്ടോ ഞങ്ങളെ ഗ്രൗണ്ടിൽ. ഇപ്പോൾ എനിക്കൊന്നും ഈ സമയത്തൊക്കെ നേരം വെളിച്ചം വരണമെങ്കിൽ 6:45 അപ്പോൾ ഞങ്ങളെ കളിക്കണ ഗ്രൗണ്ടിലത്തെ സമയം 6:45 ആക്കിയിരിക്കണം. അപ്പോൾ സമയത്തിനനുസരിച്ച് ഞങ്ങൾ മാറ്റം വരുന്നു. എന്നാൽ ചില സമയങ്ങളിലുണ്ട് 5:30 സുബൈൻ്റെ ജമാഅത്ത് പള്ളിയിൽ നടക്കും. അപ്പോൾ ഒരു 6 മണിക്ക് നമുക്ക് ഗ്രൗണ്ടിൽ എത്തണമല്ലോ. അപ്പോൾ പിന്നെ നേരെ ആ പോക്ക് തന്നെ കളിക്കാനുള്ള ബൂട്ടും ട്രൗസറും കാര്യങ്ങളും ഇതൊക്കെ എടുത്തുകൊണ്ട് സ്കൂട്ടീൻ്റെ ഡിക്കിയിൽ വെച്ചുകൊണ്ട് പോകും. എന്നിട്ട് പിന്നെ പള്ളീൻ്റെ നേരെ ഗ്രൗണ്ടിൽ വരും. അപ്പോൾ ഞാൻ ഒരു 6 മണിക്ക് ഗ്രൗണ്ടിലെത്തും. 6:20 കളി തുടങ്ങും കേട്ടോ. ആ ഒരു ആദ്യത്തെ 20 മിനിറ്റ് ഞാൻ വാമപ്പ് ചെയ്യും. ഞാൻ മാത്രമേ ആ സമയത്ത് ഗ്രൗണ്ടിൽ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഞാൻ പള്ളീൻ്റെ സമയം 5:15 കാണെങ്കിൽ 5:15 പള്ളി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്രൗണ്ടിൽ പോകും. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ ഞാൻ വാമപ്പ് ചെയ്യും. അപ്പോൾ അതിന് കളിക്കാനുള്ള എല്ലാവരും നാട്ടിലുള്ളവരൊക്കെ വരും കേട്ടോ. ഞങ്ങൾ വർഷങ്ങളായിട്ട് തുടർന്ന് പോരുന്നതാണ്. ഡെയിലി രാവിലെ ഞങ്ങൾ പന്ത് കളിക്കട്ടോ, ഇപ്പോഴും കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ടർഫുണ്ട്. ആ ടർഫ് തുടങ്ങി അന്ന് മുതൽ ഇപ്പോൾ എനിക്ക് 4-5 വർഷമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ നേരെ ഗ്രൗണ്ടിൽ പോകും, വാമപ്പ് ചെയ്യും ആ ടൈമിൽ. അപ്പോൾ തന്നെ എല്ലാവരും വരും. പിന്നെ ഞങ്ങൾ കളി തുടങ്ങും. ഒരു 1-1.5 മണിക്കൂർ രാവിലെ പന്ത് കളിക്കും. അത് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് തിരിച്ച് കളി കഴിഞ്ഞാണ്ട് ഇവിടെ വീട്ടിൽ വരും. പിന്നെ കളി പറഞ്ഞാൽ രാവിലത്തെ നമ്മളെ കൂട്ടുകാരന്മാരെ കൂടി നമ്മളെ നാട്ടിലുള്ള ഏജിൽ ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഒരു 35-40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ നമ്മളെ അങ്ങനത്തെ ആളുകളെ കൂടെയൊക്കെ കളിച്ച് നമ്മൾ രാവിലെ വന്ന് ആ ഒരു സന്തോഷമാണ് നമ്മളെ നാട്ടുകാർ കൂടെ കളിക്കണതും പിന്നെ ഓരോ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണതും നല്ല ഒരു രസകരമായ സംഭവമാണല്ലോ അത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ കളിക്കില്ല, രാവിലെ കളിക്കൽ. അപ്പോൾ വരും. പിന്നെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും എന്ത് ചെയ്യും, പിന്നെ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ അതിലൊക്കെ സൗകര്യം നോക്കിയിട്ട് ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, ഒട്ടുമിക്ക ഒരു മാസത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും ഫുഡൊക്കെ വെച്ച് രാവിലെ കളി കഴിഞ്ഞിട്ട് അവിടുന്ന് കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വീട്ടിൽ പോരുക കേട്ടോ. അതൊക്കെ കണ്ടിന്യൂസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ വരും. ഒരു 8 മണിയാകുമ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ എന്ത് ചെയ്യും, കുളിച്ച് മാറ്റി പിന്നെ സ്കൂളിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാൻ ഉണ്ടാവും. അങ്ങനെ ഒക്കെ റെഡിയാക്കും. എന്നിട്ട് വീട്ടിൽ നിന്ന് ഒരു 9:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങും. ഇനി നിലമ്പൂർ ടൗണിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അരമണിക്കൂർ അത്ര സമയം മതി എനിക്ക് എത്താൻ. കറക്റ്റ് ഞാൻ ഒരു ഏകദേശം ബെല്ലടിക്കണീൻ്റെ ഒരു 10 മിനിറ്റ് ഞാൻ സ്കൂളിലെത്തും. 9:50 ആകുമ്പോൾ ഞാൻ സ്കൂളിലെത്തും. പിന്നെ 10 മണിക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഞങ്ങൾക്ക് സ്കൂളിലെത്തി കഴിഞ്ഞാൽ നല്ല കുട്ടികളുടെ കൂടെ രസകരമായിട്ട്, അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ചൊരു ജോലി തന്നെയാണ് അധ്യാപകനാകുക എന്നുള്ളത്. അപ്പോൾ അത്ര ഇഷ്ടത്തോടു കൂടി നമ്മൾ വന്നു തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക്. അപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആളാണ് കേട്ടോ. ഈ കുട്ടികളുടെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത്രത്തോളം ആസ്വദിച്ചാണ് എല്ലാം ചെയ്യൽ. പഠിപ്പിക്കണം മാത്രമല്ല, അല്ലാത്ത അതിൻ്റെ പുറത്തുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ അടക്കും ഓരോ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ സ്കൂൾ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. പിന്നെ നമുക്ക് വീട് നല്ല നമ്മൾ മറ്റു കാര്യങ്ങൾക്കൊന്നും ചിന്തയില്ല. സ്കൂളിലെത്തിയാൽ പിന്നെ സ്കൂളാണ് നമുക്ക്. ആ ഒരു കുട്ടികൾ കാര്യങ്ങൾ ഒരു വീഴുണ്ടോ, എന്തെങ്കിലും പരിക്ക് പറ്റുമോ, അതായത് ആ ഒരു ലോകമാണ് നമുക്ക്. അപ്പോൾ അത് ഒരു നല്ലൊരു ഇതാണ് ആ ഒരു 4 മണി വരെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് പിന്നെ ബ്രേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഏകദേശം 1 മണിക്കൂർ നമുക്ക് ബ്രേക്ക് കിട്ടും. ഫുഡ് കഴിക്കാനും പള്ളിയിൽ പോകാനൊക്കെ ബ്രേക്ക് കിട്ടും.
അപ്പോൾ നമ്മൾ നിലമ്പൂർ ടൗണിൽ തന്നെയാണ് സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളെ കന്നിതാത്ത നമുക്കില്ല ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ താഴെ തന്നെയാണ് പള്ളി, അവിടെ പോവും. അവിടെ പോയി നിസ്കാരം കഴിഞ്ഞുകൊണ്ട് 15 മിനിറ്റൊക്കെ ഒന്നിങ്ങനെ പള്ളീൻ്റെ വരാന്തമ്മിലേക്ക് ഇരുന്ന് നേരെ തിരിച്ചു വന്നാൽ വീണ്ടും ബെല്ലടിക്കാനായി. പിന്നെ 2 മണിക്കാണ് എന്ത് ചെയ്യുക, ഉച്ചയ്ക്കിൽ ബെല്ലടിക്കുക. ആ 2 മണിക്കുള്ള ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 4:30 വരെ സ്കൂള്. അതിനുശേഷം 4:30-ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പിന്നെ പോരുന്ന പോരൽ നേരെ ജിമ്മിൽ കയറും. ഇല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ജിമ്മിക്ക് പോകും. ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ ജിമ്മിൽ ജസ്റ്റ് ഒന്ന് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ വരും. അപ്പോഴത്തേന് പിന്നെ വൈകുന്നേരം കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് അങ്ങാടിക്ക് ഇറങ്ങും. പിന്നെ അവിടെ ചെക്കന്മാരെ കൂടെ കാര്യങ്ങളും ടൈം സ്പെൻഡ് ചെയ്യില്ല. നാട്ടിൽ നമ്മൾ അങ്ങാടിക്ക് ഇറങ്ങും. അല്ലെങ്കിൽ ഇറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഹനാനോ മുമ്പിലൊക്കെ പ്രോഗ്രാമും കാര്യങ്ങളില്ലെങ്കിൽ ഓല് ഇവിടെ നാട്ടിൽ ഓല് വിളിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകും. ഇതിലേതെങ്കിലും ഒന്നാണ് നടക്കൽ കേട്ടോ. ഒന്നെങ്കിൽ നാട്ടിലത്തെ ചെക്കന്മാരുടെ കൂടെ അങ്ങാടിക്ക് ഇറങ്ങും, അല്ലെങ്കിൽ പിന്നെ ഓരോ കൂടെ അങ്ങോട്ട് പോകും. ഇതിലേതെങ്കിലും ഒന്നാണ് വൈകുന്നേരം നടക്കൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ്ട് തിരിച്ച് വന്നാണ്ട് ഞാൻ എങ്ങനെയെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഒരു 10 മണി ആകുമ്പോൾ മാക്സിമം വീട്ടിലെത്താൻ നോക്കും. അത് നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് നടക്കലുണ്ട്, ഓരോ കൂടെ ആകുമ്പോൾ എന്ത് ചെയ്യില്ല, അതൊരു ചിലപ്പോൾ 11 മണിയാവും, 11:30 ആവും. അപ്പോൾ ഇനിയിപ്പോൾ 11:30-ക്കല്ല 12 മണിക്കല്ല 1 മണിക്കൊന്ന് കിടന്നാലും എനിക്ക് രാവിലെ ആ ടൈമിൽ തന്നെ എണീക്കണം. കാരണം എന്നാലും എൻ്റെ ബാക്കി കാര്യങ്ങൾ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളൊരു ഡേ എങ്ങനെയാണ് പോകണമെന്നുള്ളത് എന്ത് ചെയ്യുക, കറക്റ്റ് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും എനിക്ക് ചിലപ്പോൾ നിങ്ങളത് കേട്ടിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ തോന്നിയാലോ. ഇനിയിപ്പോൾ എൻ്റെ കേട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് വന്നാൽ, അതേപോലെ നിങ്ങളത് കേട്ടിട്ട് എനിക്ക് മാറ്റം വരുത്താൻ തോന്നിയാലോ. അപ്പോൾ നിങ്ങളൊരു ഡേ എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യുക പറഞ്ഞു. ഇതാണ് എൻ്റെ ഒരു ഡേ, ഒരു ദിവസം എൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇതിൽ പിന്നെ നമുക്ക് വരുന്നത് വെക്കേഷനുകൾ, അതേപോലെ സമ്മർ വെക്കേഷൻ ആയിക്കോട്ടെ, ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട്, ഓണം വെക്കേഷൻ ആയിട്ട്, ഇങ്ങനെയുള്ള വെക്കേഷനുകളാണ് ഇതിൽ നമുക്കൊരു ചേഞ്ച് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് സ്കൂളിലെ ദിവസങ്ങളാണല്ലോ. പിന്നെ സാറ്റർഡേ സൺഡേ ഇതാണ് നമുക്ക് ലീവും കാര്യങ്ങളും വരുന്നത്. പിന്നെ മറ്റു പൊതു അവധികളും. അപ്പോൾ ഇതിലാണ് പിന്നെ ഇന്നങ്ങൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ബാക്കി ബന്ധപ്പെട്ട ആളുകളുടെ കൂടെയൊക്കെ കാണുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ ഫുഡിൻ്റെ കാര്യം, പിന്നെ നിങ്ങളൊക്കെ എങ്ങനെ ഫുഡിൻ്റെ ഇത് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് ഏകദേശം ഒരു 5-8 മാസമായിട്ട് ഞാൻ മധുരം തീരെ ഒഴിവാക്കിയിരിക്കണം. ഒന്നുമല്ല, അത് എനിക്ക് അങ്ങനെ തോന്നി, അങ്ങനെ ഒഴിവാക്കി. അപ്പോൾ എന്നാൽ കഴിക്കും ചെയ്യും. അതായത് വല്ലാതെ പൂതിயான സമയത്ത് കുറച്ച് മധുരം കഴിക്കും ചെയ്യും. എന്നാൽ ഫുൾ ടൈം എല്ലാത്തിലും ഇതിട്ട് യൂസ് ചെയ്യലുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫുഡിൻ്റെ കാര്യം ചെയ്യൽ. പിന്നെ എനിക്ക് ഗോതമ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ രാത്രി ഞാൻ ഗോതമ്പാണ് കഴിക്കൽ. അതായത് എനിക്ക് ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കി തരും ഉമ്മ രാവിലെയും രാത്രി. സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് എന്ത് ചെയ്യും, കുറച്ച് ചോറും പിന്നെ നല്ല പോഷകാഹാരങ്ങളടങ്ങിയ ഫുഡാണ് സ്കൂളിലുണ്ടാവുക, അറിയാലോ. അപ്പോൾ എന്തെങ്കിലും ചെറുപയർ, വൻപയർ, കടലകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ആയിട്ട് ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെ ഉണ്ടാവും. അത് നല്ല സ്കൂളിൽ നിന്ന് കഴിക്കും ചെയ്യും. ഇങ്ങനെയാണ് എൻ്റെ ഒരു ഫുഡിൻ്റെ കാര്യങ്ങളും പോകുന്നത്. നിങ്ങളൊക്കെ ഒരു ഫുഡും കാര്യങ്ങളും എങ്ങനെയാണെന്നാവും പറയട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഈ ഉറക്കാണെങ്കിലും ഫുഡാണെങ്കിലൊക്കെ ടൈമിൽ കിട്ടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉറക്കം നമ്മൾ രാത്രി തന്നെ ഉറങ്ങണം. രാത്രി ഉറങ്ങാതെ കുറേ പകൽ ഉറങ്ങിയോണ്ട് കാര്യം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഓക്കെ, അപ്പം നിങ്ങളത് എല്ലാവരും എങ്ങനെ നിങ്ങൾ പറഞ്ഞുതരാം. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ആകെ മാറ്റം വന്നു. ഇപ്പോൾ അസുഖമാണല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കണ ഇറച്ചി, മീൻ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എണ്ണ പരിപാടികളും കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാനാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ മണ്ണിൻ്റെ അടിയിലെ സംഭവങ്ങൾ, ചേമ്പ്, ചേന, അതേമാതിരി കുറേ ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് രാത്രി കഴിക്കാനുള്ള ചേമ്പൊക്കെ നമ്മൾ തൊടും തന്നെ ഞാൻ തന്നെ കുത്തി കളച്ചെടുക്കണം. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പണ്ട് കുഴിച്ചിട്ടാണ്, ഇതൊന്നും വാപ്പ വെക്കണ്ട, ഇപ്പൊക്കെ പണ്ടെന്നൊക്കെ കുഴിച്ചിട്ടാട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ടെറസിലാട്ടോ, ക്യാമറമാൻ. അപ്പോൾ ഇതിവിടെ ഉമ്മ എന്തൊക്കെ മഞ്ഞളൊക്കെ ഉണക്കാട്ടിക്കണം കേട്ടോ. മഞ്ഞളൊക്കെ ഉണക്കാട്ടിയാണ്ട് ഉമ്മ ഇവിടുന്ന് പോയിക്കണ്. പിന്നെ വാപ്പ ഞാൻ ഇവിടെ തായ്ലൻഡിലൊക്കെ പോയി ഇങ്ങോട്ട് നാട്ടിൽ നിന്ന സമയത്ത് ഇപ്പം തിരിച്ച് സൗദിക്ക് പോയിട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ എപ്പോഴും പറയും കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഇവിടെ തൊടുകൂടെയൊക്കെ കുഴിച്ചിട്ട് പോയിക്കണേ, തെങ്ങും കവുങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇടയ്ക്കൊക്കെ അതൊന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ വീട്ടിലിരിക്കുന്ന സമയമായതുകൊണ്ട് ഇന്നിപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ തന്നെ ഞാൻ വിചാരിക്കണത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇപ്പം തന്നെ അല്പം അത്ഭുതപ്പെടും, എന്താ പറ്റിയത് വീഡിയോ കാണുമ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മൾ കവുങ്ങും തെങ്ങൊക്കെ നനക്കാൻ വന്നാട്ടോ. ഇത് കണ്ട് ഇപ്പം നെട്ടും എന്തായാലും. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട മകൻ എന്നൊക്കെ പറയും അല്ലമ്മ. നട്ടൂലേ? ഇതിനും വേണ്ടിയിട്ടെങ്കിലും മകന് നനച്ചല്ലായിരുന്നു. ഇതിപ്പോ ഫുള്ള് നനക്കണോ? വീഡിയോക്ക് വേണ്ടി ഇറക്കണേ. താഴത്ത് നനക്കണോ? കുരുമുളക്. അപ്പം ഇന്ന് നമ്മൾ സേവനവാരാണ്. നമ്മളേതായാലും വീട്ടിൽ നിന്ന് വലിയ പുറത്തേക്ക് വിടണില്ല. അപ്പോൾ പിന്നെ
എന്തെങ്കിലും ഉപകാരം, ഇങ്ങനെ ഉപകാരമെങ്കിൽ തന്നെ കൂടെ ഉണ്ടാവട്ടെ നമുക്ക്. ഇനി ഇവിടെ കുരുമുളക് പറിച്ചു തരാം, ഞാൻ പറിച്ചു തരാം. കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞ ആളെ കൊണ്ട് ഞങ്ങൾ ഈ പണിയെടുപ്പിക്കണം കേട്ടോ. സത്യമായിട്ടും വേണ്ട, ഞാൻ തന്നെ പറിച്ചു തരും. സത്യമായിട്ടോ ഇവ നമുക്കൊരു ഭീഷണിയാവുമല്ലോ. ഇതൊക്കെ നമ്മളെ സത്യമായിട്ട് എടുത്തിന പണിയാട്ടോ ഇപ്പോൾ. അപ്പോൾ സത്യേട്ടനെ വിളിച്ചാൽ ആ പണിയൊക്കെ ഞാനെടുക്കുന്നുണ്ട്. സത്യേട്ടോ എൻ്റെ കഞ്ഞിയിൽ പാറ്റിട്ടല്ലേ ഇരുന്നുണ്ടോ. അല്ല കുരുമുളക് പറയൊക്കെ മുരിങ്ങമരമ്മ ഇതൊക്കെ നനക്കണ്ടേ? മുരിങ്ങ എന്തിൻ്റെ ഔഷധ ഗുണങ്ങൾ കണ്ണിനോ? ഇതൊക്കെയാണ് എപ്പോഴും നമ്മളോട് ചെറുപ്പം മുതലേ പറയല്. കുറേ മുരിങ്ങകൾ കൊണ്ടുവന്നിട്ട് തരും. എന്നിട്ട് അറിയും തിന്നാൽ കണ്ണിൻ്റെ അത് കൂടും, കണ്ണിൻ്റെ കാഴ്ച കൂടും. അതായത് ഇമ്മന്നൊരു പൗതി ഡോക്ടറാണ്. ഞാൻ പറയും നിങ്ങൾ ഈ അറിവിന് നിങ്ങൾക്കൊരു ഡോക്ടറേറ്റ് തരണം. MBBS MD എന്നൊക്കെ പറഞ്ഞ് ഞാൻ നാളെ ഇവിടെ ബോർഡ് എടുക്കുകയാണ്. MBBS MD ഇമ്മു. ഓയ് എവിടുന്നായിരുന്നേ? മുട്ടായി അങ്ങ് പോയതല്ലേ? വളവാ. മാങ്ങ മുട്ടായി. പണ്ട് ഞാൻ അവിടെ മുട്ടായി കച്ചവടം നടത്തിയില്ലേനമ്മ. എവിടെയായിരുന്നു? അവിടെ ആ ഓട്ടോറിക്ഷ ഇപ്പം നിൽക്കണ സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് എൻ്റെ മുട്ടായി പീടിക. പലതരം വെറൈറ്റികളില്ലേ, എന്തൊക്കെ മുട്ടായി ഇനി. എന്നിട്ട് വലിയ ചെക്കന്മാർ കളിക്കുന്ന ഗ്രൗണ്ടൊക്കെ ഉണ്ടാവും, അവിടേക്കൊക്കെ കൊണ്ടുപോകും മുട്ടായി പെട്ടിയിലൊക്കെ ആക്കിയിട്ട് വിൽക്കാൻ. അതായത് അന്നേ നമ്മളുള്ളിലൊരു ബിസിനസ് മാൻ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ തന്നെ തിരിച്ചറിഞ്ഞു കേട്ടോ. ഇവിടുന്ന് ഒരു പ്രോത്സാഹനമല്ലേ ഇനി. ഞാൻ തന്നെ എൻ്റെ ഉള്ളിലെ ബിസിനസ് മാനെ തിരിച്ചറിഞ്ഞിട്ട് മുട്ടായിയൊക്കെ വാങ്ങി കൊണ്ടുപോയിട്ട് വിൽക്കും. കടലമുട്ടായി, എള്ളുട്ടായി, അങ്ങനെ പലതരം മുട്ടായികൾ. ഇനി ഏതാ? അപ്പോൾ ഇത് മുൻ്റെ നാരങ്ങമാരായിരുന്നു. ഗ്യാപ്പിലിൻ്റെ നിറച്ചില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ ഇതാണ് നമ്മളെ നാരങ്ങമരം കേട്ടോ. അതായത് ഇത് എന്ത് നാരങ്ങ? ഒടിച്ചുത്തി നാരങ്ങ. ഓരോരോ പേരുകൾ ഇടണല്ലോ നിങ്ങളിതൊക്കെ. അപ്പോൾ ഉണ്ട് അതിമ നാരങ്ങ ഉണ്ടായിക്കണേ. അപ്പോൾ ഇതിമ ഇങ്ങനത്തെ വലിയ നാരങ്ങ ഉണ്ട്. ഇതിലിപ്പോൾ നാരങ്ങ പറയുന്നുണ്ട്, ഇത് കുമ്പളങ്ങാറുണ്ട് കണ്ടോ. അപ്പോൾ നാരങ്ങ നമ്മൾ പറിച്ചു. അപ്പോൾ നമ്മൾ നാരങ്ങ പറിച്ചിട്ടു. അതാണ് നല്ല അടിപൊളി നാരങ്ങയാണ്. ഇതുകൊണ്ട് ഉമ്മ വെള്ളം ഉണ്ടാക്കി തരലുണ്ട് കേട്ടോ. നല്ല അടിപൊളി, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇനി പറിക്കാണ്ടമ്മ, നല്ല മുള്ള കേട്ടോ. ഇതാണ് നമ്മളെ നാരങ്ങ മരം. എവിടെ? വേറൊരു നാരങ്ങ മരം ഉണ്ട്. ഇതൊക്കെ ആര് വെച്ചിട്ടമ്മ? ഇത് ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയപ്പോൾ തൈ കുഴിച്ചിട്ടല്ലേ? ആര്? സജേട്ടനാ? എന്താ ചേട്ടാ അങ്ങനെയല്ലേ? ഓൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഉണ്ടെന്നാണ്. നമ്മൾ അങ്ങോട്ട് തന്നെ ആക്കും, നമ്മൾ പരിപാടി ഉണ്ടാക്കും. എന്തായാലും ഇങ്ങക്ക് നമ്മൾ വെള്ളം തരും, എന്നിട്ട് നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ പോയി, ഇപ്പൊ 28-ാം തീയതി പോയി. സജിയേട്ടൻ വന്നിട്ട് ഫുൾ കച്ചറ ഇവളവിടെ കണ്ടിട്ട്. ഇപ്പൊ നമുക്കൊന്നൊരു ചോറൊന്നും കിട്ടൂല ഞങ്ങൾക്ക്. അപ്പൊ സജിയേട്ടനോട് നമ്മൾ പറഞ്ഞ്, സജിയേട്ടാ നമ്മൾ തൽക്കാലം കൊണ്ടുവന്നാണ്, നമ്മൾ അങ്ങോട്ട് തന്നെ ഇതാക്കി തരും എന്ന് പറഞ്ഞേ. ഏതാ നമ്മൾ പറഞ്ഞേ? ഇതിമ്മ ചെറുതും ഉണ്ട് ഇതാക്കണ്. ഓ കണ്ടോ. അപ്പോൾ നമുക്ക് ചെറിയ നാരങ്ങ ഉണ്ട്. ഇനി മത്തങ്ങ പോലത്തെ നാരങ്ങയാണെങ്കിൽ അതും ഉണ്ട്. രണ്ടായിട്ട് നാരങ്ങ നമുക്കുണ്ട്. മേപ്പ് വരാട്ടോ, എല്ലാം ഇങ്ങട്ടെ ഇപ്പോൾ വരാം. അതാണ് കൊണ്ടുവച്ചു വരട്ടോ, അത് കൊണ്ടുവച്ചിട്ട് വരാം. ഇവിടെ ഒരു വൈതനങ്ങയൊക്കെ ഉണ്ടല്ലോ, ഇത് പറിച്ചാലോ? ഇവിടെ ഇതല്ലേ? അപ്പോൾ എന്താ വെച്ചാൽ ഇമ്മൂൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ മാക്സിമം പച്ചക്കറി നമ്മളെ തൊടും തന്നെ ഇതാക്കി കഴിക്കും. അല്ല അടിയത്ത് അയക്കണല്ലോ അമ്മ.
അപ്പോൾ നമ്മൾ ഇനി ഒരു കറുത്ത അടിക്കാൻ പോകട്ടോ. അത് കറുത്തൊക്കെ എനിക്ക് കറുത്ത അടിക്കൽ എങ്ങനെ അറിയോ? ഓക്കെ, എനിക്ക് കറുത്ത എങ്ങനെ ചടിക്കൽ അറിയില്ലല്ലോ. അതിനൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ മെല്ലെ ഇങ്ങനെ കുലുക്കി വെക്കുക, അപ്പോൾ ചാടൂല. വീണ്ടും ഒന്നുകൂടി കുലുക്കി വെക്കുക, അതിലും ചാടൂല. അപ്പോൾ നമ്മളിനി കറുത്ത അടിക്കാൻ പോകട്ടോ. ഒരു കറുത്ത ആയതുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പ്രൊഫഷണലായിട്ട് കറുത്ത അടിക്കുക. അതിൽ പോയി ഒന്നുകൂടി കയറിക്കട്ടോ, നല്ല പിടിക്കാൻ കഴിയുള്ളൂ. നമ്മളിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുക, കുത്തുക. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഫഷണലായിട്ട് കറുത്ത അടിക്കുക. അതായത് നിലത്തേക്ക് വീണമില്ല, നമ്മളാ വടി കൊണ്ട് എന്ത് ചെയ്ത് അതിനെ കുത്തിയും ചെയ്ത്. അപ്പോൾ നമുക്ക് നമ്മളായിട്ട് സ്വന്തം കൃഷി ചെയ്ത നാച്ചുറൽ കറുത്ത കിട്ടി. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ പെറുക്കിയ സാധനങ്ങളൊക്കെ കൊണ്ട് പോകട്ടോ. ഇനി നമ്മൾ അടുത്ത കൃഷികളാണ് ഈ കാണണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ കുരങ്ങുകളും പന്നികൾ, ആനകളൊക്കെ വരുന്നതുകൊണ്ട് ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ. ആനക്ക് ഇതൊന്നും പ്രൊട്ടക്ഷൻ പോരാ, വരാൻ കരുതി അതൊക്കെ പാടെ എടുത്തിട്ട് കൊണ്ടുപോകും. പക്ഷെ പന്നി കുരങ്ങൊക്കെ ഒരു വിധമൊന്നും കയറൂല. ഇങ്ങനെ ഇതാക്കിയിട്ടാൽ അതിലിങ്ങനെ കുറേ വായ വെച്ചിക്കണ്. ഇതിലിങ്ങനെ വരിക. ഇത് ഫുള്ള് വായയും കവുങ്ങൊക്കെയാണ്. നമ്മുടെ തന്നെ പൈപ്പൊക്കെ ഉണ്ട്. മാവ്, അതായത് കുരങ്ങ് ശല്യമൊക്കെ ഭയങ്കര കേട്ടോ നമ്മൾ ഈ ഏരിയയിൽ കൂടെ. അപ്പോൾ എന്താ വെച്ചാൽ ഒരിറങ്ങി തുടങ്ങിയാൽ പിന്നെ ഒരു സാധനം നമുക്ക് കിട്ടൂല. കുരങ്ങുകൾ വന്ന്, അതായത് ഒരു വട്ടം വന്നാൽ പിന്നെ ഡെയിലി വരും. അപ്പം ഈ സംഭവങ്ങളൊക്കെ കായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ ഓരോ നോക്കലൊരു പണിയാണ്. വരുമ്പോഴൊക്കെ നമ്മൾ ആട്ടി വിടണം, അല്ലെങ്കിൽ ഒന്നും കിട്ടൂല. മാങ്ങയൊക്കെ കായ് ഇങ്ങനെ ഉണ്ടായി വരികയാണ്. പക്ഷെ അത് വരുമ്പോഴത്തേനും കുരങ്ങുകൾ വരും, അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ സ്പ്രിങ്ക്ലർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഇത് ഫുള്ള് നനക്കും. പക്ഷെ ഇവിടെ നമുക്ക് പറിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല, ഒക്കെ പറിച്ചിക്കണേ. ഈ ഓർക്കാപ്പുളി മരം കണ്ടോ? ഈ ഓർക്കാപ്പുളി മരം ഇഷ്ടംപോലെ ഓർക്കാപ്പുളി ഉണ്ട് കേട്ടോ. ഇത് എനിക്കങ്ങനെ വലിയ ഇഷ്ടമല്ല, പക്ഷെ അതാണ് കുട്ടികളൊക്കെ ഇത് പറിച്ച് ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ആക്കിയാണ് അങ്ങനെ തിന്നുന്നു ഓർക്കാപ്പുളി മരം. അപ്പോൾ കുറച്ച് തന്നെ നോട്ടെ. പിന്നെ നമ്മൾ എനിക്ക് കഴിക്കാല്ലേ ചേമ്പ് പറിക്കാൻ വന്ന കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇറച്ചി മീനൊന്നും തരുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചേമ്പ്. ചേമ്പ് കൊണ്ടൊരു കറി ഉണ്ടാക്കി തരലുണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ചേമ്പ് അത്രയും തോന്നും. ചേമ്പും പിന്നെ ചേന അങ്ങനെ വലിയ ഇഷ്ടമല്ല, ചേമ്പ് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇലകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മത്തൻ്റെ ഇലല്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുരിങ്ങി തിന്നും, പക്ഷേ മത്തൻ്റെ ഇലയാണ് ഭയങ്കര ഇഷ്ടം. അപ്പം എനിക്കിഷ്ടപ്പെട്ട ചേമ്പ് ഞാൻ പറിക്കുകയാണ് ഇന്ന് രാത്രിക്കൊക്കെ കേട്ടോ. അപ്പം ഈ ചേമ്പ് തന്നെ പറിക്കാം നമുക്കല്ലേ. കൈക്കോട്ട് ഊരി പോന്നു. നമുക്ക് ഇനി എന്താ ചെയ്യുക, കൈക്കോട്ട് ഊരി പോകുന്ന സ്ഥിതിക്ക് നമ്മൾ മെല്ലതൊക്കെ പാടെ അവിടെ വെച്ച് പോകട്ടോ. കൈക്കോട്ട് നമുക്ക് രാവിലെ എന്താ വെച്ചാൽ ഞാൻ സ്ട്രെയിൻ എടുക്കാൻ പറ്റാത്തൊരു ഇതായതുകൊണ്ടേ ഇപ്പം ഞാൻ നേരാക്കാൻ നിൽക്കണില്ല. അപ്പം ഇനി അത് ഒരു വന്ന് നേരാക്കിക്കോളും. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ചേമ്പുകൾ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഈ കിട്ടിയ ചേമ്പും കൊണ്ട് നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാണ്, ഇറങ്ങാണ്. ബാക്കി നമുക്ക് പറിക്കാം. അപ്പോൾ ഇതാണ് നമ്മളൊരു കൃഷിത്തോട്ടത്തിൽ കൂടെ അല്ല നമ്മളെ ചെറിയൊരു ബ്ലോഗ്. ഇനി അങ്ങോട്ട് കയറണമുണ്ട്, പക്ഷേ ഇപ്പോൾ കയറാൻ വയ്യ. അത് പിന്നെ ഫുള്ള് റബ്ബറും ഇതൊക്കെ കേട്ടോ. അപ്പോൾ ആവണോളൂ. ഇത് പിന്നെ നമ്മളെ സപ്പോട്ട മരം, ഇത് പണ്ട് സ്കൂളിൽ നിന്ന് കിട്ടിയതാട്ടോ. അത് വലിയ മരേനി. പക്ഷെ നമ്മൾ ഈ വർക്ക് ഏരിയ എടുത്ത സമയത്ത് ഇങ്ങോട്ടുള്ള കൊമ്പളൊക്കെ നമ്മൾ മുറിച്ചാട്ടോ. അതിന് ഇഷ്ടംപോലെ സപ്പോട്ട ഉണ്ടാവും കേട്ടോ. സപ്പോട്ട അറിയില്ല, നമ്മളെ ചിക്കു ഇഷ്ടംപോലെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു മരം ഉണ്ടായിന്, അത് പിന്നെ പോയി. പക്ഷെ ഇതിന്മേൽ തന്നെ ഇഷ്ടംപോലെ സപ്പോർട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ കഴിക്കാനുള്ള ഫുഡ് നമ്മൾ തന്നെ കളച്ചതാക്കി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ.